അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വലിയൊരു പണ്ഡിതനായിരുന്നു. ഹളറുമൗത്തിലെ ദീർഘകാലം ദീനി പ്രബോധനം ചെയ്യുകയും ദർസ് നടത്തുകയും ധാരാളം ഇൽമ് പ്രചരിപ്പിക്കുകയും ദീനിൻ്റെ ഖിദ്മത്തിലായി തൻ്റെ ജീവിതം മുഴുവനും ചെലവഴിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു. ഇത്രമാത്രം വലിയൊരു ഇൽമ് കിട്ടാൻ, ഇത്ര വലിയൊരു ഇൽമിൻ്റെ ഉടമയാകാൻ കാരണത്തെക്കുറിച്ച് മഹാന്മാർ ചർച്ച ചെയ്യുന്നത് കാണാം. ബഹുമാനപ്പെട്ടൊരു വദാലിക അന്നഹു സാഫറ ഫി ത്വലബിൽ ഇൽമി വമകസ 40 സന ഫിൽ ഇറാഖി വഗൈരിഹി. ബഹുമാനപ്പെട്ടവർ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് നാനാഭാഗത്തിലേക്ക് സഫർ പോയവരായിരുന്നു. എത്ര കൊല്ലം? 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 40 കൊല്ലം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം തൻ്റെ ജീവിതം അവിടെ നിന്ന് ചെലവ് ചെയ്തു. ഇറാഖിൻ്റെ ഭാഗത്തിലേക്കും മറ്റുള്ള ഭാഗത്തിലേക്കൊക്കെ ധാരാളം ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെല്ലാം ആലിമീങ്ങളുണ്ട്, എവിടെയെല്ലാം പണ്ഡിതന്മാരുണ്ട്, എവിടെയെല്ലാം ഇൽമു കിട്ടുമെന്ന് കരുതി ബഹുമാനപ്പെട്ടവർ യാത്രയിലായിരുന്നു. 40 കൊല്ലം ബഹുമാനപ്പെട്ടവരിങ്ങനെ ഇൽമുമായി ശുഗലായി അത് പഠിക്കുന്ന തിരക്കിലായിരുന്നു. എത്രത്തോളെന്ന് പറഞ്ഞ് മഹാന്മാർ പറയുന്നു, യളുന്നു അഹ്ലുഹു അന്നഹു ഖദുമാത്ത. വീട്ടുകാർ അവിടുന്ന് വിചാരിച്ചു പോയി ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഒരു വിവരവും ഇല്ലല്ലോ. ഹയാത്തുണ്ടെങ്കിൽ കുറച്ച് കൊല്ലം കഴിയുമ്പോഴേക്ക് ഒന്ന് വീട്ടിലേക്ക് മടങ്ങുമല്ലോ, നാട്ടിലേക്ക് മടങ്ങുമല്ലോ, ഓർമ്മയുണ്ടാകുമല്ലോ. ഇതൊന്നുമില്ലല്ലോ. അന്നത്തെ കാലഘട്ടമാണല്ലോ. ഞാൻ ഹയാത്തുണ്ടോ മരണമുണ്ടോ അറിയിക്കുന്ന സൗകര്യവുമില്ല. അപ്പോൾ ഈ 40 കൊല്ലം ബഹുമാനപ്പെട്ടവരെ കാണാതിരിക്കുമ്പോഴാണ് വീട്ടുകാർ പോലും ചിന്തിച്ചുപോയി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ 40 കൊല്ലം ഇൽമു പഠനത്തിൻ്റെ ശേഷം, ആ നീണ്ട യാത്രയുടെ ശേഷം ബഹുമാനപ്പെട്ടവർ നാട്ടിലേക്ക് പുറപ്പെടുകയും നാട്ടിൽ പിന്നെ തരീമിൽ വെച്ച് അവിടുന്ന് ധാരാളം ദർസ് നടത്തുകയും എന്നിട്ട് മഹാന്മാർ പറയുന്നു, വഅഖ്ബല അലൈഹി ത്വലബത്തുൽ ഇൽമി ഫി കുല്ലി മഖാം. ബഹുമാനപ്പെട്ടവരുടെ ഈ ഇൽമ്, അത്ഭുതകരമായ ആ ഇൽമിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഇൽമു പഠിക്കാൻ വേണ്ടി ദുനിയാവിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ വരികയും വഹസ്സലൽ ഇൽമ അലാ യദീഹി ഖൽഖുൻ കസീർ, ധാരാളം ആൾക്കാർ ഇൽമു പഠിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഹത്താ ബലഗ അദദുൽ മുഫ്തീന 300 മുഫ്തിൻ ഫി അസ്രി വാഹിദിൻ. ബഹുമാനപ്പെട്ടവരെ കൊണ്ട് അവിടുത്തെ ശിഷ്യന്മാർ തന്നെ എത്രയോ ആൾക്കാർ, മുഫ്തിമാരും വലിയ വലിയ മഹാന്മാരും ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരിൽ ഉണ്ടായിരുന്നു എന്നും ചരിത്രകാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എന്തിന് ഈ ചരിത്രം ഓർമ്മപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ഒന്ന് ബഹുമാനപ്പെട്ടവരുടെ ബർക്കത്തിനു വേണ്ടി, മറ്റൊന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. അതേ, ഇൽമു പഠിക്കാൻ നാം വലിയ താല്പര്യമുള്ളവരാവണം. അവർക്ക് എത്രമാത്രം ഇൽമു പഠിക്കാൻ വേണ്ടി താല്പര്യം, അധ്വാനമൊക്കെ അവർ ചെയ്തിരുന്നു. അതുപോലെ നമ്മുടെ മക്കളെയും ആ ഇൽമു പഠിക്കുന്നതിൽ വലിയ അവരെ പിന്നാലെ നാം അവരെ പ്രോത്സാഹിക്കാനും അവരെ പിന്നാലെ നാം കൂടണം. നമ്മളെ മക്കളൊന്ന് അല്ലാഹുവിൻ്റെ ദീന് പഠിക്കുന്നവർ അതിൻ്റെ പിന്നാലൊന്ന് കൂടിയാൽ പിന്നെ ദുനിയാവിൽ അതിനേക്കാളും സന്തോഷമുള്ളൊരു വിഷയം വേറെ ഒന്നുമില്ല. തൻ്റെ മകൻ ഇൽമ്, അല്ലാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട് അതിൽ അവനിക്ക് നല്ല രസം കിട്ടിയാൽ, അതിൽ അവന് വലിയൊരു പാണ്ഡിത്യമുള്ളവനായാൽ, അവനക്ക് കിതാബ് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഒരു കിതാബ് വായിക്കുന്നു പറയുമ്പോൾ എൻ്റെ മകന് വലിയൊരു ആവേശമാണ്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ അതിനേക്കാളും ദുനിയാവിലെ മറ്റൊരു സന്തോഷമില്ല. അതാണ് നാം അനുഭവിക്കേണ്ടത്, മറ്റൊന്നുമല്ല. ദുനിയാവിൽ നമ്മളെ മക്കളെ കൊണ്ട് നാം അനുഭവിക്കേണ്ട സന്തോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ അവൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.